ഞങ്ങളുടെ ജൂലി മമ്മിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോയിട്ട് പോവുക. രാവിലെ എഴുന്നേറ്റ് നേരെ പല്ലും തേച്ച് കാപ്പിയും കുടിച്ച് നേരെ പള്ളിയിലേക്ക് പോരുക. കാര്യം പറഞ്ഞാൽ ഉച്ചയായി, ലേറ്റായിട്ട് എഴുന്നേക്കാനായിട്ട് എല്ലാവരും. പള്ളി കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇന്നത്തെ അടുത്ത പ്രോഗ്രാമിന് തരണമെങ്കിൽ ജൂലി മമ്മിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ജൂലി മമ്മി പള്ളിയിൽ കഴിഞ്ഞ് നിൽക്കുകയാണ് ബർത്ത്ഡേ ആയിട്ട്. വാ കുഞ്ഞാ. കുഞ്ഞിൻ്റെയും സ്പെഷ്യൽ അഭ്യാസങ്ങളാണ് പള്ളിയുടെ ഫ്രണ്ടിൽ കിടന്ന്. അതിമാരകമായ രാവിലത്തെ പ്രോഗ്രാമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ ഗ്രില്ലേ കൂടി ഉള്ള പ്രകടനമാണ് കുഞ്ഞിൻ്റെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് തേർന്നാണ് പറയണേ. ഈ അവിടെ നിന്ന് തുടങ്ങിയതാണ്, അവർ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ചേട്ടായിയാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ കുഞ്ഞ് അത് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. ചേട്ടാ എന്ത് കാണിച്ചാലും കുഞ്ഞ് ഫോളോ ചെയ്യും. ഇടയ്ക്ക് നമ്മൾ ജൂലി മമ്മിയുടെ കേക്ക് മേടിക്കാനായിട്ട് സിറ്റി സെൻറ്ററിലേക്ക് പോകുന്ന ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഫുള്ള് ബിസി ആയിരുന്നു. ഇവിടെയുള്ള ആൻസി ബേക്കറിൽ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കേക്ക് ജസ്റ്റ് ഇന്ന് എടുത്താൽ മാത്രം മതി. അമ്മച്ചിയുടെ ഒരു മെയിനായിട്ടുള്ള നാഷണൽ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ്. അങ്ങനെ നമ്മൾ കേക്ക് മേടിച്ച് വണ്ടിയൊക്കെ ഇറങ്ങി പോവുക, നേരെ വീട്ടിലേക്ക് പോവുക. ഇവിടുത്തെ തിരക്കാണ് ഞാൻ കാണിക്കുന്നത്. നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ല. ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആൾക്കാർക്ക് ബാൻഡ് പിടിച്ച് എല്ലാ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാരാണ്, ഫുൾ ആൾക്കാർ. അങ്ങനെ നമ്മൾ ജൂലി മമ്മിയുടെ ബർത്ത്ഡേയുടെ കപ്പയാണ് സ്പെഷ്യൽ. കപ്പയും മീൻകറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ എൻ്റെ വക ചെറിയൊരു ഫ്രൂട്ട് സലാഡും ഉണ്ട്. അത് വളരെ സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയാണ്. തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് പോവാണോ? ഇല്ല, ഇതൊരു പുതിയ സാധനമാണ്, കണ്ടോ? എൻ്റെ പരിപാടി കപ്പയുടെ നല്ല ഇളക്കുന്നു, തേങ്ങയൊക്കെ മണം. കപ്പ ഇളക്കാൻ വേണ്ടിയായിരുന്നു ഇതും പിടിച്ചോണ്ട് നിന്നേ. നമ്മുടെ നാട്ടിലൊക്കെ ബുദ്ധിമുട്ടി അമ്മച്ചിമാരൊക്കെ കപ്പ ഇളക്കുന്ന ഇവിടെ സിമ്പിളായിട്ട് കപ്പ ഇളക്കുന്നു. കപ്പ കുഴച്ച് നമ്മളെടുത്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കുഴച്ചങ്ങ് എടുത്ത് ഇച്ചിരി നല്ല പച്ചവെള്ളച്ചെണ്ണയും കൂടി ഒഴിക്കണം. പിന്നെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, അടിപൊളിയായിട്ടൊന്ന് നോക്കണം. ജൂലിയമ്മയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് ഇന്നത്തേക്ക്. കുഴച്ചിങ്ങെടുക്ക. ഇത് കുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഇച്ചിരി പ്രസ്സൊക്കെ ആണ്. വന്നിട്ടുണ്ട്, എന്തുണ്ട് എല്ലാം ഇളകുന്നുണ്ട്. എല്ലാ പീസും വന്നിട്ടുണ്ട് തോന്നുന്നു. ഇക്കുറാണ് വെച്ച് നമ്മളിവിടെ ഇവിടെ വലിയ കുക്കറിനകത്തിട്ട് അടിച്ചിരിക്കുന്നത് ഫ്രോസൺ അതുകൊണ്ട് ഒരു നമുക്ക് 2 വീച്ചുണ്ടാകുന്ന ടെൻഷനുണ്ട്. 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, ചെറിയ കുക്കറായതുകൊണ്ട്. പക്ഷേ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവനിങ്ങനെ വലിച്ചെടുക്കുകയും ചെയ്യാം. നമ്മൾ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞാണ്. പവനായി പറയുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് കഴിയുന്നത്. ഉപ്പുണ്ടോ നോക്കണേ, എന്നിട്ട് ഇച്ചിരി പച്ചവെള്ളച്ചെണ്ണയും കൂടി ഒഴിച്ച്. അടിയിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി അടി പിടിച്ചെന്നാണ് കുഴപ്പമില്ല. ഓക്കെ.